ഇവിടയിൽ കുറേ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. അതിൽ പ്രധാനമായിട്ട് ഇറാൻ്റെ ഉള്ളിലേക്ക് അമേരിക്ക വേണ്ടി വന്നാൽ ട്രൂപ്പിനെ അയക്കാൻ റെഡിയാണ് എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ഇത് ശരിക്കും ശരിക്കും ട്രംപ് ഇറാനെതിരെ കൊടുത്തിരിക്കുന്ന ഒരു വാണിംഗ് ആണ്. ഈ വാണിങ്ങിനെതിരെ ഇറാൻ്റെ ഉള്ളിൽ നിന്നും 2-3 പേര്, പ്രത്യേകിച്ച് ഇറാൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ, അങ്ങനത്തെ ചില കാറ്റഗറിയിലുള്ള ആൾക്കാർ, 5-6 പേരുണ്ട്. അവരെല്ലാം തന്നെ അമേരിക്കയ്ക്കെതിരെ തുരിതര ട്വീറ്റ്, എക്സ് പോസ്റ്റ് രേഖപ്പെടുത്തുകയാണ്. പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേലിൻ്റെ ഒഫീഷ്യൽ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള ട്രംപ് വലിയ രീതിയിൽ സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ 12 ദിവസത്തെ യുദ്ധത്തിൽ ഞങ്ങളുടെ കഴിവ് തെളിയിച്ചതാണ്, ഇപ്പോൾ ഞങ്ങൾ അതിനേക്കാളും കരുത്തരാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഇറാൻ്റെ ഇൻ്റർണൽ മാറ്ററിൽ ഇടപെടേണ്ടതില്ല അമേരിക്ക എന്നുള്ളൊരു താക്കീത് തിരിച്ച് ഇറാൻ അമേരിക്കയ്ക്കിട്ടും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ട് സൈഡിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ രീതിയിലുള്ള വാക്പോരുകൾ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഇത് പ്രധാനമായിട്ട് എന്താണ് സംഭവിച്ചാൽ 8 പേര് ഇറാൻ്റെ ഉള്ളിൽ ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഇടയിൽ. അപ്പോൾ ഈ 8 പേര് മരണപ്പെട്ടതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ ഫ്യൂണറൽ സെറമണി ഇന്ന് നടത്തുന്ന സാഹചര്യത്തിൽ അവിടെ IRGCയുടെ ആ ഒരു സെക്യൂരിറ്റി സിസ്റ്റം അവിടേക്ക് അവർ കയറി വന്നു. അവിടേക്ക് വന്ന സാഹചര്യത്തിൽ ഈ പൊതുജനങ്ങളെല്ലാം തന്നെ രോഷാകുലരായിട്ട് അവർക്കെതിരെ കല്ലേറ് തുടങ്ങി. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കരമായിട്ടുള്ള ആക്രമണങ്ങൾ വീണ്ടും തുടങ്ങി. വീണ്ടും പ്രതിഷേധം ആളിക്കത്തുന്ന ഒരു സാഹചര്യമാണ് ഇറാൻ്റെ ഉള്ളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് മൈക്ക് പോംപിയോ, ഇയാൾ മുമ്പ് അമേരിക്കയുടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്ത വ്യക്തിയാണ്. അപ്പം ഈ മൈക്ക് പോംപിയോ പറഞ്ഞിരിക്കുന്നത്, ഇറാൻ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് ഒബാമയുടെ ഒരു കാലഘട്ടമല്ല, നിങ്ങൾ വളരെ എളുപ്പത്തിൽ വന്നിട്ട് ന്യൂക്ലിയർ ഡീലൊക്കെ സൈൻ ചെയ്ത് പോയതുപോലെയുള്ള ആ ഒരു ഏർപ്പാട് ഇനി സാധ്യമല്ല. ഇപ്പോൾ ഇരിക്കുന്നത് ഡൊണാൾഡ് ട്രംപാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കുറച്ചുകൂടെ കരുതലോടുകൂടി മുന്നോട്ട് നീങ്ങുന്നതായിരിക്കും നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അമേരിക്കൻ ട്രൂപ്സ് ഇറാൻ്റെ ഉള്ളിലേക്ക് വരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ട്രംപാണ് പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് മൈക്ക് പോംപിയോയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. ഇറാൻ്റെ ഈ പ്രതിഷേധത്തിന്റെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡിസംബർ 21 ഈ പ്രതിഷേധം പതിയെ ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പോൾ ഏതാണ്ട് 300 സ്ഥലങ്ങളിലാണ് ഈ പ്രതിഷേധം ചെറിയ തോതിൽ രൂപം കൊണ്ടത്. അതിനെ തുടർന്ന് ഈ പ്രതിഷേധം വലിയ രീതിയിൽ വ്യാപിക്കുന്നത് 30 1000-ലധികം സ്ഥലങ്ങളിലേക്ക് ഈ പ്രതിഷേധം വ്യാപിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 31 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 2000 സ്ഥലങ്ങളായിട്ട് അത് മാറുകയാണ്. അങ്ങനെ 1 തീയതി 2 തീയതി ആകുമ്പോഴത്തേക്കും ഇത് 3000-ലധികം സ്ഥലങ്ങളിലേക്ക് ഈ പ്രതിഷേധം പടർന്ന് പന്തലിക്കുന്ന ഒരു രംഗമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സൈഡിൽ റെയ്സ പേലവിയെ പിന്തുണച്ചുകൊണ്ട് ഈ ഒരു യുവതലമുറ ഇറാൻ്റെ ഉള്ളിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയിട്ട് മുന്നോട്ടിറങ്ങുന്ന സാഹചര്യത്തിൽ മറ്റേ സൈഡിൽ അതായത് IRGCയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു നിലവിലെ ഖമനേയി ഭരണകൂടത്തിനെ അനുകൂലിക്കുന്ന കുറേ ടീമുകളുണ്ട്. അവർ ട്രംപിൻ്റെ ആദ്യത്തെ ഭരണകാലത്ത് ട്രംപ് കാസിം സുലൈമാനി എന്ന് പറഞ്ഞിട്ട് IRGCയുടെ അയാൾ ഈ സിറിയയ്ക്കുള്ളിൽ ആണവായുധം അതേപോലെ തന്നെ രാസായുധവുമായിട്ട് ബന്ധപ്പെട്ട പല വർക്കുകളെയും ബാക്കപ്പ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്. അയാളെ ടാർഗറ്റ് ചെയ്ത് ട്രംപിന്റെ അന്നത്തെ ഭരണകൂടം ഇയാളെ എലിമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാളുടെ ഓർമ്മ പുതുക്കലിന്റെ ദിവസമാണ് ഇന്നലെ. അപ്പോൾ ആ ദിവസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഈ IRGCക്ക് സപ്പോർട്ടായിട്ട് കുറേ ആൾക്കാർ, അപ്പോൾ ഈ റെസ പെലവിയെ അനുകൂലിക്കുന്ന ഒരു ടീം ഉള്ളതുപോലെ തന്നെ ഇറാന്റെ ഉള്ളിൽ ഈ IRGCയെ സപ്പോർട്ട് ചെയ്യുന്ന മതവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. അവർ ഈ കാസിം സുലൈമാനിയുടെ ഓർമ്മ പുതുക്കൽ ദിവസം IRGCക്ക് സപ്പോർട്ടുമായിട്ട് സോളിഡാരിറ്റിയുമായിട്ട് ഒരു പ്രതിഷേധം അവർ നടത്തിയിട്ടുണ്ട്. അപ്പം 2 തരത്തിലും അവിടെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചില ഏരിയകളിലൊക്കെ വളരെ സമാധാനപൂർവ്വം കാര്യങ്ങൾ നടക്കുന്നുമുണ്ട്. ഇപ്പോൾ കലാപം എന്ന് പറയുന്നതാണെങ്കിൽ ഇറാനിൽ മൊത്തത്തിൽ അങ്ങ് കലാപമാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. നമ്മൾ പറയുന്ന പോലെ ഒരു 2000-3000 ലൊക്കേഷൻസ് ആണ് ശരിക്കും ഈ കലാപത്തിൽ പങ്കെടുക്കുന്നത്. ഞാൻ ഈ മാപ്പിൽ കാണിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ ഏരിയ, ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ഇത്തരം ഏരിയകളിലാണ് ഈ ഒരു കലാപം ആളിക്കത്തുന്നത്. അതായത് അതിതീവ്ര നിലയിലുള്ള പ്രകടനങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളൊക്കെ ഇച്ചിരി സെറ്റിൽഡ് ആണ്. അപ്പോൾ അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ യൂറോപ്പുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ 2025 ഭയങ്കരമായിട്ടുള്ള സംഭവങ്ങളായിരുന്നു എന്ന് ജോർജിയ മെലോണി, ഇറ്റലിയിലെ പ്രധാനമന്ത്രി പറഞ്ഞ സ്ഥിതിക്ക് വീണ്ടും 2026-2025 നല്ല രീതിയിൽ ആയിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ശരിക്കും ജോർജിയ മെലോണി പങ്കുവച്ചത്. പക്ഷേ അതിനെ തുടർന്ന് ഇറ്റലിക്കുള്ളിലെ ഈ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു ക്രൈസിസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ അവിടെയും ഇതേപോലെ റെഫ്യൂജികളുടെ പ്രശ്നം ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. ഈ റെഫ്യൂജികളുടെ പ്രശ്നത്തിനെ തുടർന്ന് ആകെക്കൂടി യൂറോപ്പിൽ പോളണ്ട് മാത്രമാണ് സമാധാനപൂർവ്വം ന്യൂ ഇയർ ആഘോഷിച്ചതായിട്ടുള്ള വാർത്തകൾ വരുന്നത്. ജർമ്മനിക്കുള്ളിൽ ന്യൂ ഇയർ സെലിബ്രേഷനുമായിട്ട് ബന്ധപ്പെട്ട് റെഫ്യൂജികൾ പല സ്ഥലങ്ങളിലും ഈ ന്യൂ ഇയർ ആഘോഷം പടക്കം പൊട്ടിക്കുന്നത് പോലത്തെ സംഭവങ്ങളൊക്കെ നിരോധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ റെഫ്യൂജികളായിട്ടുള്ള ആൾക്കാർ ഇവർക്ക് എവിടെ നിന്ന് ഈ സാധനങ്ങളൊക്കെ കിട്ടിയെന്ന് അറിയത്തില്ല. കാരണം ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതിനൊക്കെ നല്ല വിലയാണ്. ശരിക്കും കുറച്ച് പവർഫുൾ ആയിട്ടുള്ള രീതിയിൽ ഒരു ആഘോഷം നടത്തണം എന്നുണ്ടെങ്കിൽ നല്ല ചിലവാണ്. ശരിക്കും ചെറിയൊരു റോക്കറ്റിന് തന്നെ ഏതാണ്ട് 1500-ലധികം വിലയുണ്ട്. എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സാധനം, വിസിബിളി മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, ചെറിയ പടക്കമൊന്നുമല്ല, മറ്റേ രീതിയിലുള്ള വലിയ സാധനങ്ങളൊക്കെ കുറച്ച് സെലിബ്രേഷൻ മോഡിലൊക്കെ ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ നല്ല ചിലവാണ്.
അപ്പം ഇത് യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇതിനേക്കാളും കൂടുതൽ ചിലവാണ്. കാരണം ഇതൊരു സെലിബ്രേഷൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഈ റെഫ്യൂജികൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു? ഇവർക്ക് ഇതിൻ്റെ പുറകിൽ ഫണ്ട് മുടക്കുന്ന ആരാണ്? അപ്പം ഇതൊക്കെ കണ്ടെത്തേണ്ടത് ഈ രാജ്യങ്ങളുടെ കൂടി ചുമതലയാണ്. അല്ലാതെ ചുമ്മാ വെറുതെ റെഫ്യൂജികൾ വരുന്നു, കൊടി വെക്കുന്നു, അവരെ പിടിച്ച് ജയിലിലിടുന്നു, അല്ലെങ്കിൽ ഡീറ്റെയിൻ ചെയ്യുന്നു, 2 ദിവസം കഴിഞ്ഞിട്ട് തുറന്നു വിടുന്നു, ഇതല്ല പരിപാടി. അപ്പം ഇത് ഇങ്ങനത്തെ പരിപാടികൾ ഇത്രയും കെയർലെസ് ആയിട്ട് ഈ റെഫ്യൂജികളെ ഡീൽ ചെയ്യുന്നത് കൊണ്ടാണ് യൂറോപ്പ് ഈ പെടാപ്പാട് പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നെതർലാൻഡിലും ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ഷോപ്പുകൾക്ക് നേരെ ഈ വെടിമരുന്ന് പ്രയോഗം നടത്തുകയാണ് ഈ റെഫ്യൂജികൾ, നേരിട്ട് ഫേസ് ടു ഫേസ്. ഇവരെ തടയാൻ വേണ്ടി പോലീസ് വരുന്നുണ്ട്. പോലീസിന് നേരെയും ഇവർ ഇതേ സെയിം മെത്തേഡിൽ ഉപയോഗിക്കുകയാണ്, പാരലലി അങ്ങോട്ട് വെച്ച് അടിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. ഇനിയിപ്പം ഫ്രാൻസിന്റെ വിഷയം നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഫ്രാൻസ് ഏതാണ്ട് 1000 കാറുകൾ കത്തി നശിച്ചിട്ടുണ്ട്. കാരണം ഈ കാറിന്റെ മേളിലൊക്കെ കൊണ്ട് ഇട്ട് കത്തിച്ചിരിക്കുകയാണിത്. അപ്പോൾ ഇങ്ങനെ റെഫ്യൂജികളെ കൊണ്ടുള്ള ശല്യം. ഇപ്പോൾ ഡാനിഷ് പ്രധാനമന്ത്രി ഫ്രെഡറിക്സൺ പറഞ്ഞിരിക്കുന്നത് നമ്മൾ റെഫ്യൂജികളുടെ വിഷയത്തിൽ കുറച്ചുകൂടെ കർശന നടപടി എടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇതേ മാതൃകയിൽ തുടരുകയാണെന്നുണ്ടെങ്കിൽ വല്ലാത്ത രീതിയിൽ യൂറോപ്പ് ബുദ്ധിമുട്ടിലാവും എന്നുള്ളൊരു മുന്നറിയിപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. ഇനി എന്ത് മുന്നറിയിപ്പ്? യൂറോപ്പ് മൊത്തത്തിൽ പടർന്ന് പന്തലിച്ച് കഴിഞ്ഞു, ഇനിയാണോ മുന്നറിയിപ്പ്? അപ്പോൾ ഈ സാഹചര്യത്തിൽ ജർമ്മനിയിലെ AFD പാർട്ടി, റൈറ്റ് വിങ് പാർട്ടി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എടുക്കുന്ന തീരുമാനം ഈ റെഫ്യൂജികളെ ചവിട്ടി പുറത്താക്കുക എന്നുള്ളതാണ്. അത് അവർ തുറന്നു തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ നമ്മൾ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലോൺ മസ്കിന്റെ സ്റ്റേറ്റ്മെന്റ്. ഇലോൺ മസ്ക് പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് ഉള്ള കാര്യമാണ്. അതായത് ഈ ഡെമോക്രാറ്റുകൾ അമേരിക്കയുടെ ഉള്ളിൽ നിലവിലുള്ള ഈ ഇല്ലീഗൽ എമിഗ്രന്റുകളെ സപ്പോർട്ട് ചെയ്യുന്നു. എന്താണ് അവരുടെ ഉദ്ദേശം? ലക്ഷ്യം വേറൊന്നുമില്ല. ഈ ഡെമോക്രാറ്റുകൾ ഇല്ലീഗൽ എമിഗ്രന്റുകളെ സപ്പോർട്ട് ചെയ്ത് അവരെ ലീഗലൈസ് ചെയ്ത് അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് അവർക്ക് വിസയും കാര്യങ്ങളൊക്കെ തരപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഇവര് ഈ ഡെമോക്രാറ്റുകൾക്ക് അനുകൂലമായിട്ടുള്ള വോട്ട് രേഖപ്പെടുത്തും. ഈ ഒരു വോട്ട് ബാങ്കിനെ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഡെമോക്രാറ്റുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു ആരോപണമാണ് ഇന്നലെ ഇലോൺ മസ്ക് അമേരിക്കയിൽ സംസാരിച്ചത്. ഇതെല്ലാം തന്നെ ഈ റെഫ്യൂജികളുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളാണ്. ഇപ്പോൾ UK വിഷയം നമ്മൾ ഇന്നലെ കണ്ടതാണ്. ഈ മാതൃകയിൽ വെസ്റ്റേൺ രാജ്യങ്ങളെല്ലാം തന്നെ റെഫ്യൂജികളുടെ പിടിയിൽ കിടന്ന് ഇഴയുന്ന ഒരു സാഹചര്യമാണ് നമുക്കിപ്പം കാണാൻ കഴിയുന്നത്. ഇനി റഷ്യ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് ഖാർക്കീവ് എന്ന് പറഞ്ഞ സ്ഥലത്തിലേക്ക് റഷ്യ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ, ഏതാണ്ട് 12 പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. ഈ ആക്രമണം തുടരെ നടത്താനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് തന്നെ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗേ ലാവ്റോവ് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് തുടരെ ഉക്രൈൻ റഷ്യയെ പ്രൊവോക്ക് ചെയ്ത് ഇന്നലെ പോലും ഉക്രൈൻ 200 ഡ്രോൺ അറ്റാക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു റഷ്യക്കുള്ളിലേക്ക്. മോസ്കോയാണ് അവർ ടാർഗറ്റ് ചെയ്തത്. അതിൽ പലതും റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അവർ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉക്രൈൻ പെരുമാറിയത് കൊണ്ട് അവരതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. പക്ഷേ എന്നാലും അതിന് റിറ്റാലിയേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത്. അപ്പം ഇതിനകത്ത് അമേരിക്ക ഒരു നിർണായകമായിട്ടുള്ള തീരുമാനം. അമേരിക്ക പറഞ്ഞിരിക്കുന്നത് റഷ്യൻ സിറ്റിസൺസ് ആരൊക്കെ അമേരിക്കയുടെ ഉള്ളിലുണ്ടോ അവരൊക്കെ രാജ്യം വിടുന്നതായിരിക്കും നല്ലത് എന്നുള്ളൊരു ടാഗ് ലൈൻ ഇന്ന് കാണാൻ കഴിഞ്ഞു. ഇത് അമേരിക്ക തന്നെ ഒഫീഷ്യലായിട്ട് പറഞ്ഞ വിഷയമാണ്. ഇതിൻ്റെ പുറകിലുള്ള കളികൾ എന്താണെന്ന് നമുക്കറിയില്ല. കാരണം റഷ്യയ്ക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് അമേരിക്ക ഇന്നലെ എടുത്തിരുന്നത് പറഞ്ഞാൽ ഉക്രൈനെ കണ്ടംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം റഷ്യക്കുള്ളിൽ പുടിൻ്റെ വീട് ടാർഗറ്റ് ചെയ്ത് ഉക്രൈൻ്റെ പക്കൽ നിന്നും അയച്ച ഡ്രോണിൻ്റെ പ്രൂഫ്, ആ തെളിവ് സഹിതം എടുത്ത് അമേരിക്കയ്ക്ക് ഡിസ്പ്ലേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഡിസ്പ്ലേ ചെയ്ത് കൊടുത്ത പാടെയാണ് അമേരിക്ക ഇതിനെതിരെ ഉക്രൈനെ കണ്ടംപ്റ്റ് ചെയ്തുകൊണ്ട് ട്രംപ് പ്രസ്താവന പുറപ്പെടുവിച്ചത്. പറഞ്ഞത് വേറെ ഒന്നുമല്ല, ഉക്രൈൻ ചെയ്തത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ്, സമാധാനം ആഗ്രഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യം ചെയ്യുന്ന പരിപാടിയല്ല എന്നുള്ള രീതിയിലുള്ള കണ്ടംപ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വീണ്ടും ഈ ഒരു റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ റഷ്യൻ പൗരന്മാർ ഈ അമേരിക്കയുടെ ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ നാട് വിടുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെ പുറകിലുള്ള ചേതോ വികാരം എന്താണെന്നുള്ളത് നമുക്കറിയില്ല. സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടെന്ന് മാത്രം. ഇനി നമ്മൾ നേരെ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ബുട്ടനോവ് എന്ന് പറയുന്നത് ഇന്റലിജൻസിന്റെ ഹെഡായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ബുട്ടനോവ് ആണ് ഏറ്റവും കൂടുതൽ ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അമേരിക്കയുമായിട്ട് ചർച്ച നടത്തുന്നത്. അപ്പം ഈ വ്യക്തിയെ പ്രസിഡൻഷ്യൽ ഹൗസിന്റെ ഹെഡായിട്ട് നിയമിച്ചിരിക്കുകയാണ് സെലൻസ്കി. അതായത് ഇനി സെലൻസ്കിയുമായിട്ട് ആർക്കും തന്നെ നേരിട്ട് സംസാരിക്കേണ്ട. അത് ഇനി ആന്റി കറപ്ഷൻ ബ്യൂറോ ആണെങ്കിലും ശരി തന്നെ, ഏതെങ്കിലും രാജ്യത്തിന്റെ പ്രതിനിധികളായാലും ശരി തന്നെ, ഇവരെല്ലാവരും തന്നെ ഇനി ബുട്ടനോവിനെ അപ്രോച്ച് ചെയ്തുകൊണ്ട് മാത്രമേ സെലൻസ്കിയെ റീച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ആ രീതിയിൽ സെലൻസ്കി ചുറ്റിലും ഒരു സേഫ് ഗാർഡ് അങ്ങനെ രൂപപ്പെടുത്തുകയാണ്. എന്തിനാണെന്ന് നമുക്കറിയില്ല. ഒരു പക്ഷേ ഈ പുടിനും ഇതേപോലെ തന്നെ ഇന്റലിജൻസിൽ വർക്ക് ചെയ്തിട്ടാണല്ലോ ഇങ്ങനെ പൊസിഷനിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതേപോലെ ഫ്യൂച്ചറിലേക്ക് സെലൻസ്കിക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ, സെലൻസ്കിക്ക് വളരെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബുട്ടനോവിനെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് ഒന്ന് ഫ്രീ ആവാൻ തീരുമാനിച്ചതാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ എന്നാലും ഇപ്പം നിലവിൽ ഇതാണ് ഉക്രൈൻ്റെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിന് മുമ്പ് രാവിലെ ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ശരിക്കും പറഞ്ഞാൽ യമനുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയാണ്. അപ്പോൾ യമനിൽ STC എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയ്ക്കെതിരെ ശക്തമായ നിലയിൽ സൗദി അറേബ്യ ബാക്ക് ചെയ്യുന്ന ഹോംലാൻഡ് ഷീൽഡ് ഫോഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു ഫോഴ്സ്, ഈ STCയും ഈ ഹോംലാൻഡ് ഷീൽഡ് ഫോഴ്സും
ഇവർ തമ്മിൽ നടന്ന അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ഒരു അടിയിൽ സൗദി അറേബ്യ ഏറ്റവും കൂടുതൽ ഈ ഹോംലാൻഡ് ഷീൽഡിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് അമേരിക്കയുടെ സപ്പോർട്ടും കൂടി ഉണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അവർ ഈ STC ക്യാപ്ചർ ചെയ്ത് വെച്ചിരുന്ന ഒരു 3 ഏരിയ തിരികെ പിടിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ തുടർന്ന് അവിടെ യമൻ്റെ ഉള്ളിൽ അതിരൂക്ഷമായ നിലയിൽ അടി നടക്കുകയാണ്. അപ്പോൾ UAE ആണെങ്കിൽ STC എടുത്ത് ഇത്തിരി സംയമനം പാലിച്ചോ, കുഴപ്പമില്ല, വിട്ടുകൊടുത്തേക്ക്, പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ രീതിയിൽ വഴക്കൊന്നും വേണ്ട എന്ന് നിലപാടെടുത്തിരുന്ന സാഹചര്യത്തിൽ STC പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് ഇത് അഭിമാന പ്രശ്നമാണ്, ഞങ്ങൾക്ക് തിരിച്ചടിച്ചേ പറ്റൂ എന്നുള്ള നിലയിൽ അവർ STC അങ്ങോട്ട് അടിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പം ഈ സൗദി ആയിക്കോട്ടെ UAE ആയിക്കോട്ടെ ഇവർ രണ്ടുപേരും ഈ പ്രോക്സികളെ വെച്ചിട്ടാണ് അവിടെ യുദ്ധം ചെയ്യുന്നത്. രണ്ട് രാജ്യങ്ങൾ നേരിട്ട് അവിടെ ഇറങ്ങുന്നില്ല. അപ്പം ഈ രണ്ട് പ്രോക്സികളും ഇപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി തുടങ്ങിയിരിക്കുകയാണ്. ഇതേ മറ്റൊരു ടീം അവിടെ നിന്ന് മൂന്നാമത്തെ ഒരു കക്ഷി അവിടെ നിന്ന് ചിരിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവരാണ് ഹൂത്തീസ്. അപ്പോൾ ഇറാൻ ബാക്ക്ഡ് ഫോഴ്സ് എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. അപ്പോൾ ഇവർ 3 പേരുമാണ് ഇപ്പോൾ യമൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത്. ഇപ്പോൾ യമൻ്റെ സിറ്റുവേഷൻ ഇതാണ്. സൗദി അറേബ്യ ഹദ്രാമത്ത് എന്ന് പറഞ്ഞ ആ ഒരു പ്രൊവിൻസിൽ 3 ഏരിയ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്, അതായത് പിടിച്ചെടുത്തിട്ടുണ്ട് ഈ STCയുടെ കയ്യിലുള്ള. ഇനി തുടർന്ന് അവിടെ യുദ്ധം നടക്കും എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്, കാരണം അവിടെ അടി തുടങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതിൽ പെരുവഴിയിലായിരിക്കുന്നത് വേറൊരു വ്യക്തിയാണ്. അത് ആരുമില്ല, അസീം മുനീർ വിത്ത് ഷഹബാസ് ഷെരീഫ്, പാകിസ്ഥാൻ. UAEയുടെ അടുത്ത് നിന്നും ആവശ്യത്തിന് പൈസ മേടിച്ചിട്ടുണ്ട്, അതേപോലെ സൗദി അറേബ്യയുടെ കയ്യിൽ നിന്ന് ആവശ്യത്തിന് പൈസ മേടിച്ചിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ എന്ത് ചെയ്യും? ഇപ്പോൾ പടച്ചോനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ. ഞാനിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്യും? ഞാൻ UAEക്കെതിരെ പോകുമോ? ഞാൻ സൗദി അറേബ്യക്കെതിരെ പോകുമോ? ഞാനാണെങ്കിൽ സൗദി അറേബ്യ ആരെങ്കിലും തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഡയറക്റ്റായിട്ട് കളത്തിലിറങ്ങുമെന്ന് പറഞ്ഞിട്ട് ന്യൂക്ലിയർ ഷീൽഡ് അംബർല അവരെ സൈൻ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ എനിക്ക് പോയല്ലേ പറ്റൂ. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സങ്കടത്തിലിരിക്കുകയാണ്. അതാണ് പാകിസ്ഥാൻ്റെ അവസ്ഥ. അതായത് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ എന്ത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്താലും അതൊക്കെ ആക്ട് ആവുന്നോ അല്ലെങ്കിൽ ആ മൊമെന്റിലേക്കുള്ള ഡിപ്ലോമാറ്റിക്കൽ സ്റ്റണ്ട് ആണോ എന്ന് മാത്രം നമ്മൾ തിരിച്ചറിഞ്ഞാൽ മതി. അത് അത്രയേ ഉള്ളൂ. ഈ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഈ ഡീൽ സൈൻ ചെയ്തതിന് മുമ്പ് തന്നെ പണ്ട് 2015 സൗദി അറേബ്യയോടൊപ്പം UAEയോടൊപ്പം നിന്ന് യമനിൽ പോയിട്ട് അവരോടൊപ്പം നിന്ന് ഹൂത്തികൾക്കെതിരെ യുദ്ധം ചെയ്ത രാജ്യമാണ് പാകിസ്ഥാൻ. പിന്നെ അതിന് പ്രത്യേകിച്ച് ഒരു കരാറിൻ്റെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. പക്ഷേ ഇപ്പം നിലവിൽ ഇവർ രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്ന ഒരു അവസ്ഥയിൽ ഇപ്പോൾ പാകിസ്ഥാൻ എവിടെ നിൽക്കുമെന്നുള്ളതാണ് ഒരു ചോദ്യം. അപ്പോൾ എന്തായാലും സംഭവബഹുലമായിട്ടുള്ള കുറേ വിഷയങ്ങളുമായിട്ടാണ് ഈ ന്യൂ ഇയർ തുടക്കം മുതലേ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ കൂടുതൽ അപ്ഡേറ്റ്സുകൾ വരുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്താം. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.